പ്ലിങ്ങൽ നമ്പർ 1, പ്ലിങ്ങൽ നമ്പർ 2, പ്ലിങ്ങൽ നമ്പർ 3, അങ്ങനെ പ്ലിങ് 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 പ്ലിങ്. ഇതെന്താന്ന് മനസ്സിലായില്ലേ? ഒക്കെ മനസ്സിലാക്കി തരാം. അതൊരു പാട്ടെന്ന് തുടങ്ങാം നമുക്ക്. എച്ചിൽ മൂഞ്ചി എച്ചിൽ മൂഞ്ചി മൂഞ്ചിച്ചു ചാട്ട് ജിപ്പിട്ടി മൂഞ്ചിച്ചു ആയെ പട്ടിക്കാൻ നോക്കി മൂഞ്ചിപ്പോയി ജീവിതം എച്ചിലിൻ ജീവിതം. ഏറിൽ കേറി ഇറങ്ങാൻ നേരമില്ല എച്ചിൽ മൂഞ്ചി എച്ചിൽ മൂഞ്ചി മുക്കൽ കെട്ടും കെട്ടി ഏറിൽ പോയി സംഘിയെ പറ്റിക്കും പോലെ പറ്റിക്കാൻ നോക്കി മൂഞ്ചിപ്പോയി ജീവിതം എച്ചിലിൻ ജീവിതം. സംഘിയെ പറ്റിക്കും പോലെ പറ്റിക്കാൻ നോക്കി മൂഞ്ചിപ്പോയി ജീവിതം എച്ചിലിൻ ജീവിതം. മൂഞ്ചിപ്പോയി ജീവിതം എച്ചിലിൻ ജീവിതം. അതെ, നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് മൂഞ്ചി പോയിട്ടുള്ള ഒരു എച്ചിലിൻ്റെ ജീവിത കഥ ഇവിടെ തുടരാണ് കേട്ടോ. ഒരു വട്ടം പ്ലിങ്ങി, കുഴപ്പമില്ല. രണ്ടാമത്തെ വട്ടം പ്ലിങ്ങി, വീണ്ടും കുഴപ്പമില്ല. മൂന്നാമത്തെ വട്ടം പ്ലിങ്ങി, 4 പ്ലിങ്ങി, 5 പ്ലിങ്ങി, 6 പ്ലിങ്ങി. എത്ര പ്ലിങ്ങിയാലും ഒരു ഉളുപ്പില്ലാണ്ട് വന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വരുന്ന ആ ഒരു തൊലിക്കട്ടുണ്ടല്ലോ, അത് നമ്മുടെ എച്ചിലിന് മാത്രമേ കിട്ടുള്ളൂ. എച്ചിൽ ആരാന്നായിരിക്കില്ല, നമ്മുടെ അപ്പിക്കുട്ടൻ അറിയോ? സ്വന്തം അപ്പിയിലിരുന്ന് കഴിഞ്ഞ 2-3-4 ദിവസങ്ങളായിട്ട് ലൈവാണെങ്കിലും അത് പോസ്റ്റ് ആണെങ്കിലും വീഡിയോ ആണെങ്കിലും വന്ന് സ്വന്തം അപ്പിയിൽ മെഴുകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അപ്പിക്കുട്ടൻ്റെ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നമ്മുടെ അപ്പിക്കുട്ടൻ്റെ കഥയുടെ തുടക്കം അധ്യായം നമ്പർ 1, അടിക്കട വെടി. അത് തന്നെ. അപ്പോൾ ഫസ്റ്റായിട്ട് അപ്പിക്കുട്ടൻ അപ്പിയിട്ട് മൂഞ്ചിയ കഥ ഉണ്ട്. അതായത് ഏതോ ഒരു പീറ ചെക്കൻ വന്നിട്ട്, ഏതോ ഒരു പീക്കിരി ചെക്കൻ വന്ന് സ്വന്തം ലൈവിൽ, നമ്മുടെ അപ്പിക്കുട്ടൻ്റെ ലൈവിൽ ആദ്യമായിട്ട് അപ്പിക്കുട്ടനെ വന്നിട്ട് തേച്ച് കൊടുത്തു. അന്ന് അപ്പിക്കുട്ടൻ നോക്കിയത്, അതായത് ചാറ്റ് ജിപിയുടെ ഫ്രീ വേർഷൻ ആയിരുന്നു കേട്ടോ. നോട്ട് ദ പോയിന്റ്, ഫ്രീ വേർഷൻ ആയിരുന്നു. Are you afraid of Islam? നോക്കട്ടെ, കാണുന്നുണ്ടല്ലോ അല്ലേ? I'm not afraid of any religion. I'm trying to keep the distinction between text and the very different ways. The record of Muslim land only war is long, so is everyone else's. ഓക്കെ, ഇത് ഫ്രീ ആയതിൻ്റെ കുഴപ്പമാണ് കേട്ടോ. എൻ്റെ മറ്റേ വേർഷനിൽ ഇങ്ങനെയൊന്നല്ല പറയാറ് കേട്ടല്ലോ. അതാണ് അപ്പിക്കുട്ടൻ അന്ന് നോക്കിയത് ഫ്രീ വേർഷൻ ആയിരുന്നു. പക്ഷേ നമ്മുടെ പീക്കിരി ചെക്കൻ നോക്കിയതും ഫ്രീ വേർഷൻ ആയിരുന്നു. അപ്പിക്കുട്ടൻ്റെ ആദ്യത്തെ തേച്ചിൽ അന്നായിരുന്നു. കൊടുത്തത് ആരാണോ? നമ്മുടെ ചാറ്റ് ജിപിയുടെ ഫ്രീ വേർഷൻ പണി കൊടുത്തു അപ്പിക്കുട്ടൻ ഇട്ടിട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ വയലൻസ് കൊണ്ടുവരുന്ന മതം, റിലീജിയൻ ഏതാന്ന് ചോദിച്ചപ്പം ചാറ്റ് ജിപിടി കൈ മലർത്തി. എന്നാലും നമ്മുടെ അപ്പിക്കുട്ടൻ്റെ ആ ഒരു ഇതുണ്ടായിരുന്നു, എന്താ പറയുക, കോൺഫിഡൻസ് ഭയങ്കരമായിരുന്നു. ഇല്ല, അത് ഇസ്ലാമാണ്. അപ്പിക്കുട്ടനായി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കും അതിൽ ഇത്ര തർക്കം? ചാറ്റ് ജിപിടി, ഏത് ചാറ്റ് ജിപിടി? അപ്പിക്കുട്ടൻ്റെ മുമ്പിൽ എന്ത് ചാറ്റ് ജിപിടി? അപ്പിക്കുട്ടൻ്റെ മുമ്പിൽ സംഖ്യകൾ മാത്രം. സംഖ്യകൾക്ക് മുമ്പിൽ അപ്പിക്കുട്ടൻ മാത്രമാണ്. ഫയൽവാൻ ജയിച്ചേ എന്ന് പറഞ്ഞ പോലെ അപ്പിക്കുട്ടൻ അങ്ങനെ ജയിക്കും, സംഖ്യക്കുട്ടന്മാർ കൈയടിക്കും. എന്താ പറയുക, അങ്ങനെ അപ്പിക്കുട്ടൻ്റെ ആദ്യത്തെ പ്ലിങ് അതായിരുന്നു. ആ പ്ലിങ് എടുത്തിട്ട് നമ്മുടെ അൺമാസ്കിങ് അനോമലീസ് ഒരു വീഡിയോ അങ്ങോട്ട് കൊടുത്തു. അപ്പിക്കുട്ടനെ തേച്ചം കൊട്ടിച്ചു. അപ്പിക്കുട്ടൻ വിടുവോ? എവിടെ വിടുന്നത്? അപ്പിക്കുട്ടൻ നെക്സ്റ്റ് ഡേയിൽ തന്നെ അടുത്ത ഒരു പോസ്റ്റ്, അതായത് ആ പോസ്റ്റ് ഇങ്ങനെ ആയിരുന്നു: വയലൻസ് പ്രൊപ്പൻസിറ്റി സ്കോർ 1 AD to 2025. അതിൽ ഇസ്ലാമാണ് ഫസ്റ്റ്, സെക്കൻഡ് ഫാസിസം, തേർഡ് ക്രിസ്ത്യാനിറ്റി, ഫോർത്ത് ജൂതിസം, ഫിഫ്ത്ത് ഹിന്ദുയിസം, പിന്നെ സിക്കിം ബുദ്ധിസം, അങ്ങനെ പോകുന്ന
ഒരു വയലൻസ് പ്രൊപ്പൻസിറ്റി നമ്മുടെ അപ്പിക്കുട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ബേസ്ഡ് ഓൺ ഹൈ സ്കോർ ഈസ് ഈക്വൽ ടു ഹൈ കറന്റ് വയലൻസ് റിസ്ക്. ഇതായിരുന്നു നമ്മുടെ അപ്പിക്കുട്ടൻ്റെ പ്ലിങ്ങി അപ്പിക്കുട്ടൻ്റെ ആദ്യത്തെ ഉത്തരം നമ്മുടെ അൺമാസ്കിങ് അനോമലീസിന് ഇട്ടിട്ട്. അപ്പം ഇതിട്ട് കഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പിക്കുട്ടൻ്റെ കഥ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പിക്കുട്ടൻ അതിൽ കാര്യം പറഞ്ഞു. അതായത് ഈ സ്കോർ വന്നത് എവിടെ നിന്നാണെന്നാണ് അപ്പിക്കുട്ടൻ പറഞ്ഞത്. ചാറ്റ് ജി പി ടിയുടെ O3 എന്നുള്ള ഒരു വേർഷൻ ആയിരുന്നു അപ്പിക്കുട്ടൻ ഇത് കിട്ടിയത്. അതിൻ്റെ ഡീപ്പ് സെർച്ച് അല്ലല്ലേ, സെർച്ച്, അതെ, സെർച്ച് എന്നായിരുന്നു നമ്മുടെ അപ്പിക്കുട്ടൻ ഇത് കിട്ടിയത്. അപ്പം കഥ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അൺമാസ്കിങ് അനോമലീസ് അതിൻ്റെ വീഡിയോ ചെയ്യുന്നു. അതായത് ഈ ചാറ്റ് ജി പി ടിയുടെ 0.3 വേർഷനിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് നോക്കിയിട്ടായിരുന്നു അവർ സെർച്ച് ചെയ്തത്. അവരെത്ര സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല. എത്രയൊക്കെ സെർച്ച് ചെയ്തിട്ടും ഈ ഒരു പ്രൊപ്പൻസിറ്റി, ഈ ഒരു ചാർട്ട് അവർക്ക് എത്ര ആയിട്ടും കിട്ടുന്നില്ല. അവരങ്ങനെ വീഡിയോ ഇട്ട് പോയി. അങ്ങനെ കഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മുടെ അധ്യായം നമ്പർ 2 വരികയാണ്. അതിലോട്ട് അപ്പിക്കുട്ടനെ തേക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ബട്ടൺ നമ്മുടെ ഇതിലോട്ട് ഗോതയിലോട്ട് വരിക ചെയ്തു. വന്നതാരാണ്? നമ്മുടെ രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വർ അപ്പിക്കുട്ടൻ്റെ ഈ വീഡിയോ എടുത്തിട്ട് രാഹുൽ ഈശ്വർ എന്താ ചെയ്തത്? ഈ പറഞ്ഞ ചാറ്റ് ജി പി ടിയുടെ 0.3 വേർഷൻ, അതായത് 0.3 അങ്ങനെ പറയണം കേട്ടോ, അല്ലെങ്കിൽ അപ്പിക്കുട്ടനെ ഇഷ്ടപ്പെടുന്നില്ല. 0.3 അതായത് ചാറ്റ് ജി പി ടി 0.3 വേർഷൻ എടുത്തിട്ട് അപ്പിക്കുട്ടൻ പറഞ്ഞ കാര്യം അതിലിട്ട് നോക്കി, കാണുന്നില്ല. എങ്ങനെയൊക്കെ നോക്കിയിട്ടും ഈ ഒരു ചാർട്ട്, ഈ ഒരു റാങ്കിങ് അതിൽ കാണാൻ പാടില്ല. റാങ്കിങ് ആട്ടോ, ചാർട്ടല്ല. അതും അപ്പിക്കുട്ടൻ്റെ വേർഷനാണ്. ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് നമ്മുടെ രാഹുൽ ഈശ്വർ എന്ത് ചെയ്ത് നെക്സ്റ്റ് വേർഷൻ എന്നും പറഞ്ഞിട്ട് 0.4 0.4 സമയത്തും ഈ ഒരു പ്രൊപ്പൻസിറ്റി എന്താ പറയുക, ഈ ഒരു പോർഷൻ കാണിക്കുന്നില്ല. ഇസ്ലാമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വയലൻസ് ഉള്ള മതം. അതിന് താഴത്തെ ബാക്കിയുള്ള ഈ ഒരു ചാർട്ട് മുങ്ങി തപ്പിയിട്ടും കിട്ടുന്നില്ല. അപ്പോൾ രാഹുൽ ഈശ്വർ ഒരു വീഡിയോ ഒന്ന് ചെയ്തു. ആ വീഡിയോയുടെ പോർഷൻസ് ഇങ്ങനെ ആയിരുന്നു കേട്ടോ. എൻ്റെ ആരിഫ് ഹുസൈൻ ഭായി, ഏത് ചാറ്റ് ജി പി ടി ആണ് ഈ ഫേക്ക് തന്നത്? ഇങ്ങനെ സംഭവമായിട്ട് ഈ ഇസ്ലാം വിരോധം AI കൂടി അടിച്ചേൽപ്പിക്കണമെന്ന് ചോദിച്ചിട്ട് നമ്മുടെ രാഹുൽ ഈശ്വർ മാന്യമായിട്ടൊരു ചോദ്യം ചോദിച്ചു. ഇത് കണ്ട് ഹാലിളകി നമ്മുടെ അപ്പിക്കുട്ടൻ ചാടി വീണിട്ട് വന്നു. അടുത്ത ഒരു ഇതിട്ടു. അതായത് ചാറ്റ് ജി പി ടിയുടെ 0.3 വേർഷൻ അതിനേക്കാൾ മോശമായിട്ടുള്ള വേർഷനാണ് 0.4 വേർഷൻ. അത് രാഹുൽ ഈശ്വറിനെ അറിയായിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ ഈശ്വറിനെ ഒരു ജിഹാദിയാന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ ഈശ്വറിനെ നമ്മുടെ അപ്പിക്കുട്ടൻ ജിഹാദിയാക്കി മാറ്റി. എന്താണ് രാഹുൽ ഈശ്വർ ആകുമ്പം നമുക്കറിയാം, പുള്ളി ഉടുമ്പ് പിടിച്ച പോലെ അങ്ങനെ വിടൊന്നുമില്ല. ഒരു കാര്യം പിടിച്ചില്ലെങ്കിൽ അത് പിടിച്ച് അതിനെ തീരുമാനം ഉണ്ടാക്കിയിട്ടേ പുള്ളി പോകുള്ളൂ. പുള്ളി അടുത്ത ദിവസം തന്നെ അടുത്ത വീഡിയോ എടുത്തിട്ടു. ഈ നമ്മുടെ അപ്പിക്കുട്ടൻ പറഞ്ഞ പോലെ തന്നെ ചാറ്റ് ജി പി ടിയുടെ 0.3യും 0.4ഉം ഒരുമിച്ച് വെച്ച് രണ്ടിലും ഈ സ്കോർ അടിച്ച് നോക്കി, ഇങ്ങനെ സംഭവം ഉണ്ടോ നോക്കാൻ. എന്നിട്ടും കാണിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ രാഹുൽജി അടുത്ത ഒരു വീഡിയോ ഇട്ടു. അതായത് ആരിഫ് ബായിക്കുള്ള മറുപടി എന്നും പറഞ്ഞിട്ട് ചാറ്റ് ജി പി ടിയുടെ എല്ലാ വേർഷനും വെച്ച് നോക്കിയിട്ടും ഇങ്ങനെ ഒരു സാധനം കിട്ടുന്നില്ല. അപ്പോൾ ആരിഫ് ബ്രോ മറുപടിക്കുള്ള മറുപടി ഞാൻ ചാറ്റ് ജി പി ടി നോക്കാം എന്നും പറഞ്ഞിട്ടായിരുന്നു. ആരും മുങ്ങി തപ്പിയിട്ടും ഈ പറഞ്ഞ ചാറ്റ് ജി പി ടിയുടെ 0.3ലോ 0.4ലോ ഒന്നും ഇങ്ങനെ ഒരു സംഭവം കാണിക്കുന്നേ ഇല്ല. അടുത്ത ദിവസം തന്നെ നമ്മുടെ ആരിഫ് ബായിക്ക് നമ്മുടെ അപ്പിക്കുട്ടന് ദേഷ്യം വന്ന അപ്പിക്കുട്ടൻ രാഹുലിനെ നേരെ പിടിച്ചു കൊണ്ടുവന്നിട്ട് പുള്ളിയുടെ ലൈവിൽ അങ്ങ് ഇരുത്തി. വല്ലാത്തൊരു ഇരുത്തായി പോയിരുന്നത്. 3 മണിക്കൂറിൻ്റെ ലൈവ്. അങ്ങനെ ആദ്യത്തെ 50 മിനിറ്റ് നമ്മുടെ അപ്പിക്കുട്ടൻ വിശദീകരിക്കുകയാണ് അപ്പിക്കുട്ടൻ എങ്ങനെയാണ് ആ ഒരു സംഭവത്തിലോട്ട് എത്തിയത്, എങ്ങനെയാണ് ആ ഒരു വയലൻസ് പ്രൊപ്പൻസിറ്റി ചാർട്ട് അല്ലെങ്കിൽ റാങ്കിങ്ങിലോട്ട് എങ്ങനെ വന്നു എന്നുള്ള 50 മിനിറ്റ് എടുത്തിട്ട് പുള്ളി അങ്ങ് വിശദീകരിച്ച്. അപ്പോഴാണ് കാര്യം മനസ്സിലായത്.
കൊല്ലുന്ന രാജ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും മതരാജ്യം ഉണ്ടെങ്കിൽ അത് മുഴുവനും ഇസ്ലാമാണ്. 7-8 രാജ്യങ്ങളുണ്ട്, അത് എല്ലാം ഇസ്ലാമിക. ഒരൊറ്റ ഹിന്ദു രാജ്യം കൊല്ലുന്നില്ല, ക്രിസ്ത്യാനിറ്റി കൊല്ലുന്നില്ല, ഈ വേറെ ഒരു ജൂതായിസം പോലും കൊല്ലുന്നില്ല, ഇസ്ലാം കൊല്ലുന്നു. അവിടെയാണ് ആ റിഫോർമേഷൻ്റെ കാര്യം പറയുന്നത്. ഇനി ആ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പൈൻ ചെയ്യും? എന്നിരുന്നാൽ ഇവർ ഫൈനലി ഒരു ഫോർമുല ഇവരുടെ ഓത്തിരി കണ്ടുപിടിച്ചതാണ്. അത് നമുക്ക് അങ്ങനെ തിരുത്ത് നിങ്ങൾ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഈ ചോദ്യം ഇവിടെ നിങ്ങൾ പറയുന്ന ഫോർമുല വെച്ച് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് പുതിയ സ്കോർ കിട്ടുമെങ്കിൽ അത് ഞാൻ വീഡിയോ ചെയ്യും, ഒരു സംശയം വേണ്ട. അപ്പോൾ ഇതിവിടെ ഈ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ ഫോർമുല വെച്ചാണ് ഓവറോൾ വയലൻസ് മൈനസ് റിസ്ക് സ്കോർ 0 to 10 ഈസ് ഈക്വൽ ടു ആവറേജ് ഓഫ് വയലൻസ് ലേഡൻ സ്കോർ പ്ലസ് 10 മൈനസ് അഡാപ്റ്റേഷൻ സ്കോർ. ഇങ്ങനെയാണ് അതിനകത്ത് സ്കോർ കണ്ടത്. അപ്പോൾ ഹയർ നമ്പേഴ്സ് മീൻ മെനി ടെക്സ്ച്വൽ കോൾസ് ടു വയലൻസ് ആൻഡ് ലിറ്റിൽ മോഡേൺ റിഫോം ആസ് എ ബിഗർ പ്രസന്റ് ഡേ ഹസാർഡ്. ഇതാണ് അവിടെ പറയുന്നത്. ഇനി അതിൻ്റെ കമ്പൈൻ സ്കോർ ഇതാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഇസ്ലാം 8.8, നാസിസം 8.5, കമ്മ്യൂണിസം 7.3, ക്രിസ്ത്യാനിറ്റി 5.3, ജൂദായിസം 5, ഹിന്ദുയിസം 4, സിഖിസം 3.3, ബുദ്ധിസം 1.5. അപ്പോൾ ഞാൻ അടുത്തത് പെർഫെക്റ്റ്. നൗ ഗീവ് എ ടൈറ്റിൽ ടു ദിസ് വയലൻസ്. ഞാൻ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാം വയലൻസ് പ്രൊപ്പൻസിറ്റി സ്കോർ ഓഫ് മേജർ റിലീജിയൻസ് ഓഫ് ദി വേൾഡ്. ഇങ്ങനെ ഒരു ടൈറ്റിൽ എങ്ങനെ ഉണ്ടാവും? ഈസ് ഇറ്റ് ഫൈൻ? ഗീവ് എ ബ്രീഫ് ഇൻട്രോ ടു ദിസ് ടൈറ്റിൽ ആൻഡ് സ്കോറിംഗ് മെത്തേഡ് ആൻഡ് ദ നുവാൻസസ് മെറിറ്റ്സ്. ഇതെല്ലാം എനിക്ക് വേണം. അതാണ് ഈ ചാറ്റ് ജി പി ടിയുടെ ഡീപ്സ് റിസർച്ചിൽ നടക്കില്ല. ചാറ്റ് ജി പിയുടെ ടൂളായിട്ടുള്ള അവരുടെ ഒതന്റിക് ടൂളായിട്ടുള്ള ഡീപ്പ് സെർച്ചിൽ നടക്കില്ല. ഇത് ഞാൻ പറഞ്ഞു കൊടുത്താലേ നടക്കുകയുള്ളൂ. അപ്പം ആരാണ് ചാറ്റ് ജി പി ടിൻ്റെ അപ്പുറത്ത് തല ചിന്തിക്കുന്ന ആളാണ് നമ്മുടെ അപ്പിക്കുട്ടൻ. അപ്പിക്കുട്ടൻ പറഞ്ഞു കൊടുക്കണം. അപ്പിക്കുട്ടൻ പറയണം ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ്, ഈ ഡാറ്റ ഇങ്ങനെ എങ്ങനെ 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 തരുമ്പം ഇസ്ലാം ഫസ്റ്റ് വരും. അങ്ങനെ കൊടുക്കുമ്പം അപ്പിക്കുട്ട ഇജ്ജ് കൊടുത്താലല്ല ഞാൻ കൊടുത്താലും വരും, ആര് കൊടുത്താലും വരും. പക്ഷെ ചാറ്റ് ജി പി ടിയുടെ അകത്ത് വെച്ചിട്ടില്ല അവരുടെ ഓൺ ടൂളായിട്ടുള്ള ഡീപ്പ് റിസേർച്ചിൽ ഇതൊന്നും ഇല്ല എന്ന് അപ്പിക്കുട്ടൻ തന്നെ വാഗൊണ്ട് പറയുന്നോട്. ഇത് പറഞ്ഞിട്ട് അപ്പിക്കുട്ടൻ ഇത് അങ്ങനെ അവസാനിക്കുമ്പം രാഹുൽ തിരിച്ചൊരു ചോദ്യം ചോദിക്കും. അത് അപ്പിക്കുട്ടൻ അണ്ണാക്കിലേക്കുള്ള ഫസ്റ്റ് കുരിശാണ് കേട്ടോ. ചെയ്തത് ഈ പറയാൻ തന്നെ എത്ര നേരം എടുത്തു, ഇത് ചെയ്യാൻ എത്ര നേരം എടുത്തു, ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ആലോചിക്കണ്ടേ, നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യണം. ഇത്രയും ചെയ്തിട്ട് കിട്ടിയ സാധനത്തിൻ്റെ ഈ ചിത്രം മാത്രം നിങ്ങൾ എടുത്തിട്ട് ഇത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഒരു സിമ്പിളായിട്ടൊരു ഉത്തരം പറയൂ. ശരിയാണ് എന്ന് ചാറ്റ് ജി പി ടിക്ക് അല്ല ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമുക്ക് 50 മിനിറ്റ്സോളം ഞാൻ കേട്ടു. അപ്പം അതിന്റെ പകുതി വേണ്ട, അതിന്റെ 1/3 ടൈം വെച്ചാൽ ഞാൻ ഇതിനെ കുറിച്ചുള്ള ഡൗട്ട്സ് ചോദിക്കാം. അപ്പം എതിർവാദങ്ങൾ രണ്ടാമത് പറയാം, ഡൗട്ട്സ് ചോദിക്കാം. അങ്ങനെ ആദ്യം കാണിച്ചപ്പോ ഈ കുറച്ചുകൂടെ താഴെ പോവാമോ? അതിൽ ദിസ് ചാർട്ട് ഈസ് നോട്ട് അക്കാഡമിക്കലി വാലിഡ് എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ കാണുകയുണ്ടായി. ഇത് അക്കാഡമിക്കൽ ആണ് എന്ന് ഞാൻ എവിടെയും പറഞ്ഞു. ഒരു ചാർട്ട് ഒരു റാങ്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ട് അതൊരു അക്കാഡമിക്കൽ, അതായത് നമ്മൾ പഠന ആവശ്യപരമായിട്ട് ഒരാളെ പഠിപ്പിക്കുന്നതിന് ആവശ്യപരമായിട്ട് ഉള്ളൊരു സംഭവം. നമ്മൾ ഏറ്റവും ഒരാളെ പഠിപ്പിക്കുന്നത് അത് ഏറ്റവും ഫാക്റ്റ് ആയിരിക്കണം അല്ലേ? നമ്മളൊരാളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരാൾ പഠിക്കാൻ എടുക്കുന്ന ഒരു വിഷയം അതൊരു ഫാക്റ്റ് വേണം അതിൽ അല്ലേ? അതിൻ്റെ ആൻസർ പഠിക്കാൻ നമുക്ക് എന്തും എടുക്കാം, നമുക്ക് എന്ത് വേണമെങ്കിലും പഠിക്കാം. പക്ഷെ അതിൻ്റെ അവസാന റാങ്കിങ് ഉണ്ടല്ലോ അത് കറക്റ്റ് ആയിരിക്കണം. അപ്പോഴാണ് ആ ഡാറ്റയ്ക്ക് വാല്യൂ ഉണ്ടാവുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു രാഹുലിൻ്റെ ഇത് അക്കാഡമിക്കൽ വാല്യൂ ഉള്ളതാണോന്ന്. അപ്പം നമ്മുടെ അപ്പിക്കുട്ടൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇത് അക്കാഡമിക്കലി വാല്യൂ ഉണ്ടെന്ന്. പിന്നെ എന്ത് കോപ്പിൽ നിൻ്റെ സംഖ്യകളുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലുള്ള വാല്യൂ ഉണ്ടാക്കാനാണോ നീ ഉണ്ടാക്കിയത്? ഏറ്റവും ബേസിക് ആയിട്ട് നിന്നോട് ചോദിക്കുക. ഗോതി മീഡിയയിലും നിൻ്റെ വാട്സപ്പ് സംഘ കൂട്ടങ്ങളിലും പിന്നെ നിൻ്റെ കള്ളത്തരങ്ങളിൽ നിനക്ക് ഫണ്ട് കിട്ടാൻ വേണ്ടി കിട്ടുന്ന ഏതെങ്കിലുമൊക്കെ സൈറ്റുകളിലും ഇത് വാല്യൂ ഉണ്ടാക്കാനാണോ നീ ലോകത്തെ മൊത്തം മുസ്ലിങ്ങളെ കുറ്റം പറയുന്നത്? പോട്ടെ, അതായിരുന്നു ആദ്യത്തെ ചോദ്യം. അവിടെ തന്നെ നമ്മുടെ പ്ലിങ്ങിന്റെ ഫസ്റ്റ് പ്ലിങ് ഇല്ല, ഒന്ന് കാണിക്കാമോ? ജസ്റ്റ് ഒന്ന് കാണിക്കാമോ? എവിടെ കണ്ടത്? ഞാൻ കണ്ടിട്ടില്ല. താങ്കളുടെ ഇതിൽ അക്കാഡമിക്കലി വാലിഡ് എന്ന് അവസാനം കണ്ടത് ഞാൻ എഴുതി വെച്ചതാണ്. എവിടെയാണ് അതുണ്ടാവും? ഇതിനകത്ത് പലയിടത്തും എഴുതിയിട്ടുണ്ടത്. അക്കാഡമിക് ആണെന്ന് നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. ശരി, ഇപ്പൊ ഈ ചാർട്ട് ഫാക്ച്വലും അക്കാഡമിക്കലും എംപിരിക്കലും ആണോ എന്നൊരു ചോദ്യം. അടുത്ത ചോദ്യം, ഇത് ഫാക്ച്വലും എംപെരിക്കലും അക്കാഡമിക്കലും ആണെന്നുള്ള ചോദ്യമാണ് ആരിഫിനോട് നമ്മുടെ അപ്പിക്കുട്ടനോട് രാഹുൽ ചോദിക്കുന്നത്. അതിന് നമ്മുടെ അപ്പിക്കുട്ടന്റെ ഉത്തരം കേട്ടോ. ഇത്രയും സെർച്ച് കഴിഞ്ഞൊന്ന് ചോദിക്കാമോ? തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കാമല്ലോ. ചോദിക്കും, ഞാൻ വെയിറ്റ് ചെയ്യും. എന്താണ് വേണ്ടത്? ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചാർട്ട് എംപിരിക്കൽ, ഫാക്ച്വൽ ആൻഡ് വാലിഡ്. ഒരു മിനിറ്റ്. കാര്യം ഞാൻ നേരത്തെ കണ്ടപ്പോ പെട്ടെന്ന് പോയി മാറ്റിയത് ചാർട്ട് ഈസ് നോട്ട് അക്കാഡമിക്കലി വാലിഡ് എന്നൊരു ടൈറ്റിൽ കണ്ടു. ഞാൻ എഴുതി വെച്ചതാ. അല്ല, ഞാൻ ആദ്യം ചോദിക്കണത് ഇത് അക്കാഡമിക് വർക്ക് ആണെന്ന് ഞാൻ എവിടെയും ക്ലെയിം ചെയ്തിട്ടുണ്ടോ? അക്കാഡമിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാക്ച്വൽ ആയി റിസർച്ച് ഓറിയന്റഡ് ആയി സ്കൂളിൽ പഠിപ്പിക്കുന്നു. അപ്പൊ ഇത്രയും നേരം ചെയ്തതിൽ സോഴ്സ് ബേസ് ചെയ്തിട്ടല്ലേ ഇവർ ഇതിനകത്ത് റിസൾട്ട് തന്നിരിക്കുന്നത്? സോഴ്സിന്റെ കൃത്യ കാര്യം പറയാം. അപ്പൊ ഇത് എന്താന്ന് നമുക്കൊന്ന് കേൾക്കാം. ഇങ്ങനെ ഞാൻ ഇതിൽ ഓരോ പോയിന്റ്സ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, കേൾക്കുന്നവർക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്.
ആ സ്ക്രീനിൽ പറ്റില്ല. ഞാൻ പെയ്ഡ് ഇവിടെ താഴെയാണ്, ഇത് വിഷ്വൽ മാത്രമാണ്. ഞാൻ ഇവിടെ എടുത്തിട്ട് ഞാൻ അതിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇനി രണ്ട് Okay. അരിഫായ് പറയുന്നത് മുഴുവൻ എന്താണ് ആ ചോദ്യം പറഞ്ഞത്? ആദ്യം പറഞ്ഞ ചോദ്യം പറയൂ. ഈസ് ദ ചാർട്ട് ഉം. അക്കാഡമിക് റാങ്ക്, ചാർട്ട് അല്ല, റാങ്ക് ആണ്. ചാർട്ട് അല്ലെങ്കിൽ റാങ്ക് ക്രിയേറ്റ് റാങ്ക് എന്നാണോ ക്രിയേറ്റ് ചാർട്ട് എന്തോ അല്ലേ കൊടുത്തത്? അല്ലെങ്കിൽ ചാർട്ട് നമ്മൾ റാങ്കിന്റെ ബേസിസിലാണ്, അത് ജസ്റ്റ് എൻ ഇമേജ്. ഓക്കെ, റാങ്ക് ആണ് നമ്മളുടെ പോയിന്റ്. ഈസ് ദ റാങ്കിങ് ഓർ ചാർട്ട് അക്കാഡമിക്കലി വാലിഡ്, ഫാക്ച്വൽ, ഈസ് ദ റാങ്ക്സ് ക്രിയേറ്റഡ് ക്യാൻ ബി കൺസിഡേർഡ് അക്കാഡമിക്കലി വാലിഡ്. ഇത്ര മതിയോ? അക്കാഡമിക്കലി വാലിഡ്. അത് മാത്രം പോരാ, ഫാക്ച്വലി കറക്റ്റ്. ശരി, അക്കാഡമിക് വാലിഡ്, ഫാക്ച്വലി കറക്റ്റ്. ന്യൂട്രൽ പോയിന്റ് ഓഫ് വ്യൂ. ന്യൂട്രൽ പോയിന്റ്, അതെന്തൊട്ടാണ് ഈ ന്യൂട്രൽ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്? പോയിന്റ് ഓഫ് വ്യൂ ഇല്ലേ? ന്യൂട്രൽ ഇല്ലെങ്കിൽ എന്ത് നിലനിൽക്കും? ന്യൂട്രൽ നമ്മൾ ന്യൂട്രൽ പോയിന്റ് ഓഫ് വ്യൂ അല്ല, നമ്മൾ ഫാക്ട് ബേസ്ഡ് ആണ്. അതേ നമ്മളെ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന സാധനം നമുക്കില്ല. ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം അതേ ഉള്ളൂ. അത് വേണേ ഞാൻ ചോദിക്കാം. ന്യൂട്രൽ ഈ വോക്ക് ആവാൻ എന്നെ കിട്ടില്ല. ഓക്കെ, ന്യൂട്രലിന് വോക്ക് രണ്ടാണ്. അവിടെ ആരിഫിന് മനസ്സിലായി, അത് ഇട്ട് കഴിഞ്ഞാൽ ആരിഫ് മൂഞ്ചി തെറ്റും. എന്നാ അപ്പിക്കുട്ടൻ്റെ അണ്ണാക്കിലേക്ക് അപ്പി വീകുന്നു മനസ്സിലായപ്പം അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള പല സംഭവങ്ങളും അടവുകളും നമ്മുടെ അപ്പിക്കുട്ടൻ എടുക്കുന്നുണ്ട് അവിടെ കേട്ടോ. ന്യൂട്രൽ ഇടാൻ പാടില്ല, ഞാൻ അത് ഇടില്ല എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ലൈവ് ഈ 58ാമത്തെ മിനിറ്റ് തന്നെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുവരെ നമ്മുടെ അപ്പിക്കുട്ടൻ മാത്രം സംസാരിച്ചുകൊണ്ട് ഒന്നും മിണ്ടാണ്ട് ആൾക്കാർ കൈയടിച്ചു. ഇവിടുന്ന് അങ്ങോട്ട് ഈ രാഹുൽ സംസാരിക്കാൻ തുടങ്ങിയ സമയം മുതലുണ്ടല്ലോ അപ്പിക്കുട്ടൻ അവിടെ നിന്ന് മറ്റേ ആസനം പൊള്ളി തുടങ്ങിയിട്ടുണ്ട്. അല്ല, നമുക്ക് അല്ല ഉത്തരം ചോദ്യം ചോദിക്കുമ്പോൾ അത് ഇടപെട്ട് പോണാ നല്ലത്, അല്ലെങ്കിൽ ഇത് തീരൂല. അല്ല, ഇപ്പൊ പറഞ്ഞല്ലോ ഇത് പർപ്പസ് ഡ്രിവൺ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു അതെ പർപ്പസ് പ്രോംപ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതെ, നമുക്ക് ഇവിടെ ഒരു ചോദ്യം നമ്മൾ എടുക്കുന്നു. അതായത് വിച്ച് ഈസ് ദ റിലീജിയസ് ഐഡിയോളജി ദാറ്റ് ഹാസ് കമ്മിറ്റഡ് വയലൻസ് ദ മോസ്റ്റ് അൺടിൽ 2025? ഇതിലെന്താ പർപ്പസ്? ഇതിലെ പർപ്പസ് ഏത് ഐഡിയോളജിയാണ് അല്ലെങ്കിൽ ഏത് റിലീജിയനാണ് ഏറ്റവും വയലൻസ് കണ്ടുപിടിച്ചത് അറിയാൻ വേണ്ടി. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ആ പർപ്പസ് ഒരു തെറ്റുമില്ല. പക്ഷേ ഈ പർപ്പസ് അങ്ങനെ കാർഡടിച്ച് വെടി വെച്ച് പോകാൻ പറ്റില്ല. സാധാരണ രാഹുൽ ചെയ്യുന്ന internal conflicts, terrorism and religiously motivated sectarian violence, genocide and displacement. Hope this source too is countered. The report found a study on Islamist terrorist attacks. Now give a breakdown of religions and ranking, include all major religions and ideologies, എല്ലാം include ചെയ്യണം, and give marks in 10. Consider the fact that Islamist violence is still ongoing with no signs of abatement, while all others are mostly stopped or ended by force or natural reason. ഇതിലെ പർപ്പസ് എന്താന്ന് പറയാം? ഇതിലെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഫോണ്ട് ഓഫ് മോർ ഗ്ലോബൽ ഡേറ്റാബേസ് സ്റ്റഡി എങ്ങനെയെങ്കിലും ഇതിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾ അതൊരു ജെനുവിൻ ആയിട്ടുള്ള റിപ്പോർട്ടാണ്, അത് ഇതിനകത്ത് ഒമിറ്റഡ് ആണ്, അത് ഇൻക്ലൂഡ് ചെയ്യണം. അതൊരു എന്തിനാ നമ്മൾ പറയണേ? ഈ ഫോണ്ടോപ്പോൾ സ്റ്റഡീസ് അതിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആരിഫ് ഉദ്ദേശിച്ച ഉത്തരം അതിന് കിട്ടുള്ളൂ. ആരിഫ് ഉദ്ദേശിച്ച ഉത്തരം കിട്ടണമെങ്കിൽ ആരിഫ് ആ രീതിയിൽ ഇസ്ലാമിക് അല്ലെങ്കിൽ ടെററിസം അല്ലെങ്കിൽ ഇസ്ലാമിനെ തരം താഴ്ത്തുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഇസ്ലാമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര മതം അല്ലെങ്കിൽ ഭീകരമായി ചിന്തിക്കുന്ന ആൾക്കാർ എന്നുള്ളതിൻ്റെ കുറച്ച് ബേസ് ആയിട്ടുള്ള സ്റ്റഡീസ് ആരിഫ് ആദ്യം ChatGPT ഇട്ടുകൊടുക്കും. ഇത് നോക്കിയിട്ട് വേണം എനിക്ക് ഉത്തരം പറയാൻ. അപ്പോൾ അതിൽ ഏതാണോ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഏതാണോ അതിന് ആൻസർ വരുന്ന അതാണ് ChatGPT 1 മണിക്കൂർ ആരിഫിൻ്റെ കുത്തിക്കുഴപ്പിന് ശേഷം കൊടുത്തത്. അപ്പം ഇതാണ് നമ്മുടെ രാഹുൽ ചോദ്യം ചെയ്തത്. ഇതിടുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഇപ്പം ഹിന്ദു മതത്തിന് ഏറ്റവും മോശമായിട്ട് സംസാരിക്കുന്ന ഒരു സ്റ്റഡീസ് ഉണ്ടെങ്കിൽ ഞാൻ ആ സ്റ്റഡി ഇട്ടിട്ട് എനിക്ക് ഈ സ്റ്റഡിയുടെ ആസ്പദമാക്കിയിട്ട് വേണം എന്ന് പറഞ്ഞാൽ ഹിന്ദുമതമായിരിക്കും ഏറ്റവും ഹയസ്റ്റ് വയലൻസ്. ക്രിസ്ത്യാനിറ്റിനെ ഏറ്റവും മോശമാക്കി പറഞ്ഞിട്ടില്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വയലൻസ് തരുന്നതെന്നുള്ള ഒരു സ്റ്റഡി ഉണ്ടെങ്കിൽ ആ സ്റ്റഡി എടുത്തിട്ട് വേണം എന്നോട് സംസാരിക്കുക, എനിക്ക് ആൻസർ തരാൻ. ChatGPT പറഞ്ഞാൽ ChatGPT ആ ആൻസർ തരും. അപ്പം ആരിഫിന് കിട്ടേണ്ട ഉത്തരം ഇതാണ്. ആരിഫ് അതിനുള്ള സാധനങ്ങൾ അങ്ങോട്ട് ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് എനിക്കൊരു ഗ്രാഫ് താ അല്ലെങ്കിൽ ഒരു റാങ്ക് താ എന്ന് പറഞ്ഞപ്പം ആരിഫിന് അത് കൊടുത്തു. രാഹുൽ ഇത് ചോദ്യം ചെയ്തു. അതോടുകൂടി നമ്മുടെ അപ്പിയുടെ അണ്ടകടാഹം പൊള്ളി. പിന്നെ അവിടെ അങ്ങോട്ട് 2 മണിക്കൂർ നേരത്തോട്ട്, ഇപ്പം നമ്മൾ ഏകദേശം 1 മണിക്കൂർ, ആ 2 മണിക്കൂർ നേരത്തോട്ട് നമ്മുടെ രാഹുലിനെ സംസാരിക്കാൻ സമ്മതിച്ചിട്ടില്ല. നമ്മുടെ അപ്പിയുടെ മൈക്കിൻ്റെ വോളിയം കൂട്ടി വെച്ചു.
ആ രാഹുലിൻ്റെ മൈക്കിൻ്റെ വോളിയം കുറച്ച് വെച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അപ്പിയുടെ പ്രസംഗം മാത്രമാണ് നമ്മൾ അതിൻ്റെ മൊത്തം A to Z കാണിച്ചത്. ഇടയിൽ നമ്മുടെ രാഹുൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പി ഞാൻ സമ്മതിക്കൂല, ഫയൽവാനും 3 കൊമ്പാണ്, അല്ലെങ്കിൽ ഫയൽവാനും ജയിച്ചെന്നും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതാ കറക്റ്റ്, ഈ പറഞ്ഞ കറക്റ്റ് അല്ല, ഞാൻ ഇങ്ങനെ പറയണത്, ഞാനത് നോക്കുന്നില്ല. നേരത്തെ നിങ്ങൾ കണ്ടില്ലേ, അതില്ല, ഞാൻ പറയുന്നില്ല ഇത് ആക്ച്വൽ ആണെന്നോ അതല്ലെങ്കിൽ ഇത് അക്കാഡമിക്കാണ് ഞാൻ പറയുന്നില്ല. എടാ മലവാണമേ, നീ പറയാണ്ട് പിന്നെ ഇത് പറഞ്ഞ ആക്ച്വലോ ഇല്ല അക്കാഡമിക്കലോ ഇല്ല, പിന്നെ നിന്റെ വീട്ടിൽ നിന്റെ അതിൻ്റെ ഇത് കൊണ്ട് വെക്കുന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇമാതിരി ഒരു തോൽവിയാണ് നമ്മുടെ അപ്പിക്കുട്ടൻ. നിങ്ങൾക്ക് മനസ്സിലായോ? ഈ തോൽവി ചൂണ്ടിക്കാണിച്ചതിനാണ് നമ്മുടെ അപ്പിക്കുട്ടൻ ഇന്നിപ്പോൾ ലെയറിലും അല്ല, ശൂന്യാകാശം ഇപ്പോൾ ഏഴാനാകാശത്താണ് നമ്മുടെ അപ്പിക്കുട്ടനിൽ. അവിടെ അങ്ങനെ കറങ്ങി തിരിഞ്ഞുകൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും ആൾക്കാർ താഴത്ത് ഇറക്കുമോ എന്നുള്ളത് പടച്ചമ്പുരാനറിയാം. അതിൽ കുറച്ച് പോഷൻ കൂടെ കേക്ക്. ഇല്ലെന്നേ, രാഹുലിന്റെ ബോക്ക് പരിപാടി ഇവിടെ നടക്കില്ല. ഇവിടെ ആ സോഴ്സ് എടുത്തിട്ടില്ല. അത് ഞാൻ കണ്ടു. അവരുടെ ബിബ്ലിയോഗ്രഫി, അവരുടെ റെഫറൻസ് ലിസ്റ്റ് ഞാൻ എടുത്തപ്പോൾ അതിനകത്ത് ആ സോഴ്സ് ഇല്ല. അപ്പൊ ഞാൻ പറയും ആ സോഴ്സ് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയും. ഇനി നിങ്ങൾ പറയും ഇതിനകത്തുള്ള പർപ്പസ് എന്താന്ന് പറയും. ശരി, ഇനി ഇതിനകത്തുള്ള പർപ്പസ് മനഃപൂർവ്വം ഇസ്ലാമിനെ കരിവാരത്തേക്കാൻ ആ റിപ്പോർട്ടും കൂടി എടുത്ത് ഇതിൽ ഏത് വാചകമാണ് കരിവാരത്തേക്കുന്ന വാചകം ഒന്ന് പറഞ്ഞാൽ. ഫോണ്ടാപ്പോൾ റിപ്പോർട്ട് പറഞ്ഞത്, ബാക്കി ഒരു റിപ്പോർട്ടും പറയാത്ത അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ഇത് വിട്ടതുകൊണ്ട്. അല്ല, ആ റിപ്പോർട്ടിന്റെ പേരെന്താ? ഫോണ്ടാപ്പോൾ റിപ്പോർട്ട് ഇസ്ലാമിസ്റ്റ് വേണമല്ലോ, അത് എടുക്കണല്ലോ. അത് റീസെന്റ് ആയിട്ടുള്ള റിപ്പോർട്ടാണ്, അതുകൊണ്ട് അത് അതിനകത്ത് മിസ്ഡ് ആണ്. അതെടുത്ത എന്താ പ്രശ്നം? അപ്പൊ പിന്നെ എന്താ കുഴപ്പം? അപ്പൊ ഇനി അടുത്തത് പറയൂ, ഇതിനകത്ത് ഇസ്ലാമിനെ കരിവാരി തേച്ചത് എവിടെയെന്ന് പറയും. ഇസ്ലാമിനെ കരിവാരി തേച്ചത് എവിടെയെന്ന് പറയും. ഇതിനകത്ത് ഉത്തരം പറയൂ. ഇതിനകത്ത് ഉത്തരം പറഞ്ഞിട്ട് രാഹുൽ മുന്നോട്ട് പോയാൽ മതി. അങ്ങനെ ഓടാൻ കഴിയില്ല. ഇതിനകത്ത് പറയും, ഇതിനകത്ത് ഇസ്ലാമിനെ കരിവാരി തേക്കണ എവിടെയാണ്? ഈ ലോങ്ങസ്റ്റ് റണ്ണിങ് വയലൻസ്. അത് കമ്പിളി പുതപ്പ്. ഇവിടെ അങ്ങോട്ട് ഞാനൊന്നും പറയൂല, ഞാൻ മാത്രം പറയുള്ളൂ. ആരിഫ് മാത്രം, നമ്മുടെ അപ്പിക്കുട്ടൻ മാത്രമേ സംസാരിക്കുകയുള്ളൂ. രാഹുൽ മിണ്ടാൻ പാടില്ല. കമ്പിളി പുതപ്പ് അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ആ ഒരു ചാറ്റ് അല്ലെങ്കിൽ 2-3 മണിക്കൂർ വരുന്ന ലൈവ് കമ്പിളി പുതപ്പോട് കൂടി നമ്മുടെ ആരിഫ് ഹുസൈൻ്റെ മേലോട്ട് കമ്പിളി ഇട്ട് നമ്മൾ മൂടി പുതച്ച് മേലോട്ട് വിട്ടിട്ടുണ്ട്. അവിടെ ഏഴാനാകാശമൊക്കെ കറങ്ങിയിട്ട് എന്നെങ്കിലും തിരിച്ചു വരും നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നമ്മുടെ അപ്പിക്കുട്ടന്. അപ്പിയിലിട്ട് മെഴുകി തൂറി അതിലിട്ട് മാറ്റിച്ച് നമ്മുടെ അപ്പിക്കുട്ടന് വേണ്ടിയിട്ട് കൈയടിക്കും അല്ലേ?